ഇന്ന് നമ്മൾ പോളിനോമിയലിൻ്റെ നാലാമത്തെ ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് എ പോളിനോമിയൽ. ഞാൻ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് എടുക്കുന്നത്, അങ്ങനെയാകുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എഴുതുകയാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് പോളിനോമിയൽ. Coefficients of a ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, ലീനിയർ പോളിനോമിയലിൻ്റെ സീറോസ് ഓഫ് എ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്, അതായത് ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ആയിട്ടുള്ള അതിൻ്റെ സീറോസ് എന്ന് പറയുന്നത് എന്താണ്, -b/a ആണെന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നത്തേൽ പഠിക്കാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസും കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുക്കുകയാണ്. അപ്പോൾ p(x) നമുക്ക് എന്തെടുക്കാം, 2x² - 8x + 6 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എടുത്തു. മുമ്പത്തെ ക്ലാസ്സുകൾ നമുക്ക് ക്ലാസ് 9th 10th നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തെന്ന്, ഇതിനെ ഫാക്ടർ ചെയ്യുന്നത്, മിഡിൽ ടേമിനെ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ 8x എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമ്മളെപ്പോഴും ഈ ഫസ്റ്റ് ഈ 2ൻ്റെയും 6ൻ്റെയും ആ ഒരു ടേമിൽ, അതിൻ്റെ ഒരു ടേമിലാക്കി എഴുതണം. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും, 2x² - 8x + 6 ആണല്ലോ. അപ്പോൾ ഇതിനെ മാറ്റുമ്പോൾ നമുക്ക് 8xനെ നമുക്ക് എന്താക്കി എഴുതാം, 6 + 2 ആണല്ലോ 8x എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് 2x², നമുക്കിവിടെ -8x വരണം. -8x വരണമെങ്കിൽ എന്താണ്, ആഡ് ചെയ്യുമ്പോൾ രണ്ടും മൈനസ് ആയാലാണ് നമുക്കത് മൈനസ് കിട്ടും. അപ്പോൾ നമുക്കിവിടെ -6x - 2x എന്ന് എഴുതാം ആണല്ലോ. പിന്നെ ലാസ്റ്റിലത്തെ ടേം അതുപോലെ തന്നെ എഴുതി 6 എന്ന് എഴുതി. ഇനി ഇതിനെ നമുക്ക് ഫാക്ടർ ചെയ്ത് എഴുതുമ്പോൾ എന്താണ്, 2x² - 6x അല്ലേ. ഈ രണ്ട് ടേമിനെ ഒരുമിച്ചിട്ട് നമ്മൾ ഫാക്ടർ ആക്കിയിട്ട് എഴുതുമ്പോൾ, ഒരു നിമിഷം, ഓക്കെ. അപ്പം നമ്മൾ എഴുതാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ 2x² - 6x ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്തെഴുതാം, 2x പുറത്തെടുക്കാം അല്ലേ. 2x പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ, ഈ 2xൻ്റെ അകത്ത് 2x²-നകത്ത് 2x പോയ x മൈനസ് ഇവിടെ എന്ത് വരും, 3 വരും. പിന്നെ നമുക്കതുപോലെ ഇതിൻ്റെ അകത്തുനിന്ന് ഈ രണ്ടിൽ നമുക്ക് 2 പുറത്തെടുക്കാം. -2 പുറത്തെടുക്കുമ്പോൾ x -3 വരും. അപ്പോൾ എന്താണ്, -2x -× ++6 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പോൾ ഇതിൽ രണ്ടിലും നോക്കി നോക്ക്, രണ്ടിലും കോമൺ ആയിട്ട് x -3 ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, x -3 പുറത്തെടുത്തിട്ട് നമ്മൾ മറ്റേ രണ്ടിനെ ഉള്ളിൽ എഴുതി 2x - 2 എന്ന് എഴുതാലോ. അപ്പോൾ ഇതിനെ വീണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, x -3 ഇൻറ്റു ഇതിൻ്റെ അകത്ത് എന്താണ്, 2 കോമൺ ആയിട്ടുണ്ട്, 2 × x - 1 എന്ന് എഴുതാം. അതായത് 2 × x - 1 × x -3 എന്ന് എഴുതാം. അപ്പോൾ ഈ പോളിനോമിയൽ തന്നിരിക്കുന്ന പോളിനോമിയൽ, അതായത് ഏതാണ് തന്നിരിക്കുന്ന പോളിനോമിയൽ, 2x² - 8x + 6, അത് 0 ആകണമെങ്കിൽ എന്ത് വേണം, x = 1. അതായത് ഈ ഇതിൻ്റെ സീറോസ് എന്ന് പറയുന്നത്, ഈ പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത് x -1 x -3 ആണ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ. അതായത് x = 1 ആയാലും x = 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോളിനോമിയൽ 0 കിട്ടും. അപ്പോൾ സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോളിനോമിയലിൽ അതിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞ് =0 കിട്ടുകയാണെങ്കിൽ ആ വേരിയബിളിന് കൊടുത്ത ഏത് വാല്യൂ കൊടുത്തിട്ടാണോ നമുക്ക് =0 കിട്ടുന്നത്, ആ വാല്യൂ ആണ് അതിൻ്റെ സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് x = 1 എൻ്റെ x = 3 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ പോളിനോമിയൽ =0 കിട്ടും. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത് എന്താണ്, 1 and 3 ആണ് എന്തെന്ന്, ഈ പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെടുക്കുകയാണ്, നമ്മളിനി സം ഓഫ് ഇറ്റ്സ് സീറോസ് എടുക്കുകയാണ്. സം ഓഫ് ഇറ്റ്സ് സീറോസ് എടുക്കുകയാണ്.
അപ്പോൾ സം ഓഫ് ഇറ്റ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1ഉം 3 ആണ്. അപ്പോൾ 1 + 3 എന്ന് എഴുതി. 1 + 3 = 4 ആണ്. ഈ 4നെ നമുക്ക് മാറ്റി എഴുതാം. അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ടേമിൽ നമുക്ക് ഈ തന്ന പോളിനോമിയൽ ഏതായിരുന്നു? പോളിനോമിയൽ എന്ന് പറയുന്നത് 2x² - 8x + 6 ആണ്. അപ്പോൾ ആ ഒരു ടേമിൽ നമുക്ക് ഈ 4നെ മാറ്റി എഴുതിയാൽ നമുക്ക് എന്തെഴുതാം? ഇവിടെ പോളിനോമിയൽ ഏതാ കിട്ടിയത്? പോളിനോമിയൽ എന്ന് പറയുന്നത് P(x) ഞാനിവിടെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതാം. 2x² - 8x + 6 ആണ്. അപ്പോൾ നമുക്ക് ഈ 4നെ ഇതിലുള്ള ടേമും ആക്കി എഴുതുമ്പോൾ എന്താണ്? 8ൻ്റെയും 2ൻ്റെയും ടേമിൽ എഴുതിക്കൂടെ? അപ്പോൾ നമുക്കിവിടെ +4 ആണല്ലോ ഇവിടെ, പക്ഷേ -8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? -8 -8 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതിയാൽ നമുക്ക് 4 തന്നെയാണല്ലോ കിട്ടുക. അങ്ങനെ എഴുതാം. അപ്പോൾ ഈ -8 എന്ന് പറയുന്നത് എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണല്ലോ. അപ്പോൾ ഈ മൈനസ് പുറത്തെടുത്തത്, ഈ മൈനസ് നമ്മൾ ഓൾറെഡി ഇട്ടു, കാരണം ഇവിടെ +4 ആയതുകൊണ്ട് ഈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്, അതായത് ഇവിടെ ഓൾറെഡി -8 ആണല്ലോ. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവുമല്ലോ. അപ്പോൾ മൈനസ് ഇത് പുറത്തെടുത്ത്, അപ്പോൾ -8 എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ്. ഡിവൈഡഡ് ബൈ ഈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് എന്താണ്? ഓഫ് x² ആണ്. അത് കിട്ടിയല്ലോ. ഇനി നമ്മൾ പ്രോഡക്റ്റ് ഓഫ് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് സീറോസ് എടുക്കുകയാണ്. സീറോസ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 1ഉം 3 ആണല്ലോ സീറോസ്. അപ്പോൾ 1 × 3 = നമുക്ക് എന്താണ്? 3 ആണ്. ഈ 3നെ ഇതേപോലെ തന്നെ തന്ന പോളിനോമിയലിൻ്റെ ടേമിലാക്കി എഴുതിക്കൂടെ? പോളിനോമിയൽ എന്താണ്? 2x² - 8x ഡിവൈഡ് ബൈ, ഇപ്പോൾ 6ഉം 2ഉം വെച്ചിട്ട് നമുക്ക് 3നെ മാറ്റിയതാലോ. അപ്പോൾ ഇവിടെ എന്തും പോസിറ്റീവാണ്. അപ്പോൾ ഒന്നും എഴുതണ്ട, നമുക്ക് എന്ത് ചെയ്യാം? 6/2 എന്ന് എഴുതാം. 6/2. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻറ്റ് ടേമാണ്. പോളിനോമിയലിലുള്ള കോൺസ്റ്റൻറ്റ് ടേമാണ് 6 എന്ന് പറഞ്ഞാൽ. കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് x² എന്ന് എഴുതാം. അപ്പോൾ കറക്റ്റ് ആയല്ലോ. അപ്പോൾ ഇതാണ്, അതായത് നമുക്ക് സീറോസ് ഓഫ്, അതായത് സം ഓഫ് ഇറ്റ് സീറോസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് x². പിന്നെ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് x² ആണ്. ഇനി ഇത് നമുക്കൊന്ന് വാലിഡേറ്റ് ചെയ്യാം. ഒന്നുകൂടി നമുക്ക് വേറൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുക്കുകയാണ് ഞാൻ. അപ്പോൾ അതും ഇതുപോലെ വരുന്നുണ്ടോ നോക്കാം. P(x) = നമുക്ക് 3x² + 5x - 2 അങ്ങനെ തന്നു. അപ്പം ഞാൻ ഇതുപോലെ തന്നെ നടുവിലത്തെ ടേമിനെ ഞാൻ ഫാക്ടർ ചെയ്യാണ്. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പം 3x² + 5x - 2. ഇപ്പോൾ 5നെ നമുക്ക് ഈ 3ൻ്റെയും 2ൻ്റെയും ഇതിലും ആക്കി എഴുതുമ്പോൾ, അതായത് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെ എഴുതാം? 3x² + 6ൻ്റെ അകത്തുനിന്ന് 3ഉം 2 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 3ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? പ്രോഡക്റ്റ് 6 ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ 6ൻ്റെ ഇതിലാക്കി എഴുതുമ്പോൾ 6x - x എന്ന് എഴുതാമല്ലോ. ഇവിടെ +5 ആയതുകൊണ്ട്. അപ്പോൾ -2 എന്ന് എഴുതി. അപ്പോൾ ഞാൻ ആദ്യത്തെ ടേമിൻ്റെ അകത്തുനിന്ന് 3x പുറത്തെടുത്ത് കഴിഞ്ഞാൽ x +2 എന്ന് വരും. രണ്ടാമത്തത് ഈ ടേമാണ്. ഈ ടേമിൻ്റെ അകത്തുനിന്ന് -x പുറത്തെടുക്കുമ്പോൾ എടുക്കാം. 3x -1 എടുക്കാം. -1 അല്ലേ എടുക്കാം. -1 എടുക്കുമ്പോൾ x +2 എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ടിലും നമുക്ക് x +2 ഉള്ളത് കൊണ്ട് നമുക്ക് x +2 × 3x - 1 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഇതാണ് ഈ പോളിനോമിയൽ. അതായത് ഇതിൽ എക്സിന് 2ഉം എക്സിന് 3ഉം ഇതും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇത് രണ്ടുമാണ് ഇതിൻ്റെ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വാല്യൂ ഓഫ് 0, അപ്പോൾ ഇത് സീറോസ് ഓഫ് പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? 3x - 1 = 0 ആയിരിക്കും. ഈ പോളിനോമിയൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്തതാണ് 3. അപ്പോൾ സീറോസ് ഓഫ് ദ പോളിനോമിയൽ = 0 ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ x + 2 = 0 കൊടുത്തു. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 1/3ഉം x = -2ഉം കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ സം ഓഫ് ഇറ്റ് സീറോസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സം ഓഫ് ഇറ്റ്സ് സീറോസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? സം ഓഫ് ഇറ്റ് സീറോസ്. അപ്പോൾ നമ്മൾ നോക്കി നോക്കാം. ആ തന്ന കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് x² അത് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ സം ഓഫ് ഇറ്റ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + 3
പ്ലസ് -2 ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഇതിനെ നമ്മൾ ഇതാക്കി എഴുതുമ്പോൾ എന്ത് വരും? -5/3 എന്ന് വരും. ഈ -5/3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പോളിനോമിയൽ എന്താണ്? 3x² പ്ലസ് 5x -2 ആണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ഇറ്റ് സീറോസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. -5 എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ നോക്കി നോക്ക്, മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്, ഇവിടെ +5 ആണ്, മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ്. അപ്പോൾ -5 ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 3. അപ്പോൾ അത് കറക്റ്റ് കിട്ടിയല്ലോ. ഇനി എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഇറ്റ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് ഇറ്റ് സീറോസ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 ഇൻറ്റു -2 ദാറ്റ് ഈസ് ഈക്വൽ ടു -2/3. ഇവിടെ പോളിനോമിയൽ എന്താണ്? നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ് നേരത്തെ? കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയറാണ്. കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ -2 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3. അതല്ലേ ഇവിടെ കിട്ടിയത്? അപ്പോൾ അത് കിട്ടി. അപ്പോൾ നമ്മളിത് ജനറലായിട്ട് നമ്മളൊരു ആൽഫയും ബീറ്റയും വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻ ജനറൽ നമ്മൾ ഇപ്പം പറയുകയാണ്, നമ്മൾ എന്താണ് ഇൻ ജനറൽ ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? 0 ഓഫ് ദ ക്വാഡ്രാറ്റിക് ആർ quadratic polynomial p of x is equal to നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ax² പ്ലസ് bx പ്ലസ് c എന്ന് പറഞ്ഞു. ഈ ഒരു പോളിനോമിയലിൻ്റെ സീറോസ് ആണ് ആൽഫയും ബീറ്റയും. അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോളിനോമിയലാണ്. അതുപോലെ തന്നെ കണ്ടീഷൻ എന്താണ്? a നോട്ട് ഈക്വൽ ടു 0. കാരണം എന്തുകൊണ്ടാണ്? ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി 2 ആണ്. ഇവിടെ ഡിഗ്രി, അതായത് എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റാണ് a എന്ന് പറഞ്ഞാൽ. a 0 ആയി കഴിഞ്ഞാൽ ഈ ടേം മൊത്തം 0 ആവും. അങ്ങനെയാകുമ്പോൾ ഈ പോളിനോമിയൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആവില്ല. അതുകൊണ്ടാണ് a നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അത് കണ്ടീഷനാണ്. അപ്പം നമ്മൾ പറയുകയാണ്, അടുത്തത് നമ്മൾ പറയുകയാണ്, അങ്ങനെയാണ് നമുക്കറിയാം. നമ്മൾ ആദ്യം x - 3x അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ഇൻ ജനറൽ ആൽഫയും ബീറ്റയും സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x - ആൽഫ ആൻഡ് x - ബീറ്റ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് p ഓഫ് x ആണ്. ഇതെന്താണ്? ആർ ദി ഫാക്ടേഴ്സ് ഓഫ് p ഓഫ് x. ഇതൊക്കെ ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ax² പ്ലസ് bx പ്ലസ് സീന, പിന്നെ എന്താണ്? k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ടേം എടുത്തു. ഇവർ k ഈസ് നമുക്ക് ഇതിനെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കി ചെയ്ത്. അപ്പോൾ k ഇൻറ്റു x മൈനസ് ആൽഫ ഇൻറ്റു x മൈനസ് ബീറ്റ. ഈ k എന്ന് പറയുന്നത് എന്താണ്? k ഈസ് എ കോൺസ്റ്റൻറ്റ് ടേം ആണ്. k ഈസ് എ കോൺസ്റ്റൻറ്റ് ടേം. അപ്പോൾ കിട്ടിയല്ലോ, കോൺസ്റ്റൻറ്റ് ടേം ആണ്. അപ്പോൾ നമുക്ക് ഈ ax² പ്ലസ് bx പ്ലസ് സി എന്ന് പറയുന്നത്, അതായത് ax² പ്ലസ് bx പ്ലസ് സീനെ നമുക്ക് ഇതിൻ്റെ ടേമിൽ, അതായത് k പുറത്തെടുത്ത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ ടേം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ k കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ kx² മൈനസ് k ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് k ആൽഫ ഇൻറ്റു എക്സ് ഉണ്ട് ഇൻറ്റു k ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് വന്നു. ഇത് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാണ്. അതായത് ax² പ്ലസ് bx പ്ലസ് സി, ഈ രണ്ട് ടേമും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടി? കോയിഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറയുന്നത് ഇവിടെ k യും ആണ്, ഇവിടെ a യും ആണ്. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് x² ഈക്വൽ ടു k എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ കോയിഫിഷ്യൻ്റ് ഓഫ് എന്താണ്? കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം ഈക്വൽ ടു ഇവിടെ എന്താണ്? c ആണ് അല്ലേ. അപ്പോൾ c ഈക്വൽ ടു എന്താണ്? k എന്ന് വന്നു. c ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ടേം ഇവിടെ എന്താ വരുന്നത്? k ഇൻറ്റു ആൽഫ ബീറ്റ അല്ലേ. അപ്പോൾ k ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് വന്നു. കോൺസ്റ്റൻറ്റ് ടേമും കിട്ടി. ഇനി അടുത്ത നമുക്ക് എന്താ പറയേണ്ടത്?
കോൺസ്റ്റൻറ്റ് ടേമാണ് കിട്ടി. ഇനി നമുക്ക് ബീൻ്റെ ടേം എന്താണ്? ബി എന്ന് പറയുന്നത് ഇവിടെ ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കുക? ബി ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ഇതും കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി അപ്പോൾ നമുക്ക് ദിസ് ഗീവ്സ് ആൽഫ പ്ലസ് ബീറ്റ. നമുക്കപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എടുക്കുകയാണ്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ആൽഫ പ്ലസ് ബീറ്റ. ഇതിൻ്റെ അകത്ത് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എടുക്കാം. അതായത് മൈനസ് ബി ബൈ എ. കാരണം എന്താ? ആൽഫ പ്ലസ് ബീറ്റ സീക്വൽ ടു മൈനസ് ബി ബൈ എ എന്നും കിട്ടും. ആൽഫ ഇൻറ്റു ബീറ്റ സീക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? സി ബൈ എ എന്നും കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എ ഈസ് ഈക്വൽ ടു കെ എന്നും കിട്ടി. ബി ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ കിട്ടി. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ സീക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് ബി ബൈ എ എന്ന് വന്നു. മൈനസ് ബി ബൈ എ. അപ്പം എൻ്റെ സി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുത്തു? കെ ഇൻറ്റു ആൽഫ ബീറ്റ. അപ്പോൾ നമുക്ക് ആൽഫ ബീറ്റ സീക്വൽ ടു സി ബൈ എയും കൊടുക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഇക്വേഷനിൽ നമുക്കിതിൽ പഠിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ പറയാം? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എന്താണ്? ഇത് ഈക്വൽ ടു എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് മൈനസ് കോയിഫിഷ്യൻ്റ് എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ആൻഡ് സി ബൈ എ. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സി ബൈ എ ഈക്വൽ ടു കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. ഈ സി ബൈ എ എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? കോൺസ്റ്റൻ്റ് ടേം ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. ഇതെല്ലാം നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ എക്സാമ്പിൾസ് ഉണ്ട്, അത് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.